ഉഗ്രവിഷമുള്ള പാമ്പ് കടിച്ചു. അയാൾ പടിഞ്ഞാറെ വാതിലിന് പുറത്ത് ഇഴഞ്ഞു മരിച്ചു. പയർ, കഞ്ഞി, അച്ചാർ, ആഹാ, ഇത് മൂന്നും കൂട്ടി ഒരു അത്താഴം. ജീവിതം ധന്യമായി. ഹായ്, നമ്മളിന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊരു ക്ഷേത്രമാണ് വൈക്കം ക്ഷേത്രം. അപ്പം നമ്മൾ ഒരുപാട് നാളായി ഈ അമ്പലത്തിൽ പോയിട്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ക്ഷേത്രത്തിലേക്കൊന്ന് പോവുകയാണ്. ഭഗവാനെ ഒന്ന് കണ്ട് പ്രാർത്ഥിച്ച്, അവിടുത്തെ ഈ ഒരു സമയം കഞ്ഞിയുണ്ട് ഈ സമയം, അപ്പോൾ നമ്മളത് കഴിച്ചിട്ട് തിരിച്ചു പോരും. ഇത് വൈക്കം മഹാദേവ ക്ഷേത്രം. വൈക്കത്തമ്പലത്തെക്കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട്. ഖരൻ എന്ന അസുരൻ മുത്തശ്ശനായ മാല്യവാനിൽ നിന്ന് ശൈവവിദ്യ ഗ്രഹിച്ച് ചിദംബരത്തിന് പോയി. ശിവനെ പ്രീതിപ്പെടുത്താനായി തപസ് ആരംഭിച്ചു. ഭക്തന്റെ തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ അവന് 3 ശിവലിംഗങ്ങൾ സമ്മാനിച്ചു. തുടർന്ന് ആകാശമാർഗേണ യാത്ര ആരംഭിച്ച ഖരൻ ശിവലിംഗങ്ങളുടെ ഭാരം കാരണം അല്പനേരം വിശ്രമിക്കാനായി വൈക്കത്തെത്തി. തുടർന്ന് തൻ്റെ വലത് കൈയിലെ ശിവലിംഗം അവിടെ ഇറക്കി വെച്ച് ഖരൻ വിശ്രമം ആരംഭിച്ചു. ഉണർന്നെഴുന്നേറ്റ് ശിവലിംഗം എടുക്കാൻ നോക്കിയപ്പോൾ അത് എടുക്കാൻ സാധിക്കുന്നില്ല. താൻ താമസിക്കാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന സ്ഥലമാണിതെന്ന് തത്സമയം ശിവഭഗവാന്റെ അശരീരിയും മുഴങ്ങി. തുടർന്ന് ശിവലിംഗം അവിടെ തപസ്സിരുന്ന വ്യാഘ്രപാദൻ എന്ന മഹർഷിയെ ഏൽപ്പിച്ച് ഖരൻ മുക്തിയടഞ്ഞു. തുടർന്ന് തൻ്റെ ഇടത് കൈയിലെ ശിവലിംഗം ഖരൻ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലും, വായ കൊണ്ട് കടിച്ചു പിടിച്ച ശിവലിംഗം കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചു. പെങ്ങളുടെ പേരിലൊരു പ്രാതൽ കഴിപ്പിക്കാനുണ്ട്. അപ്പം അതിന് ബുക്ക് ചെയ്യാനാണ് നമ്മൾ വന്നത്. നമ്മൾ ആദ്യം പ്രാതൽ ഇത്രാം തീയതി വേണമെന്ന് നമ്മൾ പറയുകയാണ്. അതിനുശേഷം പ്രാതലിൻ്റെ തലേന്ന് പൈസ കൊടുത്താൽ മതി. ഇതാ നോക്ക്, എത്ര മനോഹരമാണെന്ന് നോക്കൂ. വൈക്കത്തമ്പലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു കാഴ്ച തന്നെയാണ്. ഇത് കിഴക്കേ ആനപ്പന്തൽ. ഇവിടെ വൈക്കത്തഷ്ടമി നാളുകളിൽ ആനകളെ ശീവേലിക്കായി വരിവരിയായി നിർത്താറുണ്ട്. ഈ കാണുന്നതാണ് വഴിപാട് കൗണ്ടർ, ദേവസ്വം അംഗീകൃത സ്റ്റാള്, പൂജാ സാധനങ്ങൾ. അമ്പലത്തിലേക്കുള്ള എല്ലാ വഴിപാടുകളും നമ്മൾ ഇവിടെ നിന്നാണ് വാങ്ങിക്കൊണ്ട് പോകുന്നത്. സന്ധ്യ മയങ്ങിയാൽ ഒരുപാട് ആളുകൾ അമ്പലത്തിൽ വന്ന് തൊഴുത ശേഷം ഈ ചരലിൻ്റെ മുകളിൽ ഇങ്ങനെ വെറുതെ ഇരിക്കും. അതൊരനുഭൂതിയാണ്, ഒരാനന്ദമാണ്. അമ്പലത്തിൻ്റെ പടിഞ്ഞാറെ വാതിൽ അടച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. പഴയ കാലത്ത് 108 കുടുംബങ്ങളുടെ ഉടമസ്ഥതയിലായിരുന്നു ക്ഷേത്രം. ഉടമകളെ 2 ഗ്രൂപ്പുകളായി തിരിച്ച് ഒരു സംഘം രാജാവിൻ്റെ പക്ഷത്ത് ചേർന്നു. അവരുടെ തർക്കങ്ങളും വഴക്കുകളും നാൾക്കുനാൾ വർദ്ധിച്ചു. ഒരു ദിവസം ഭിന്നിച്ച സംഘത്തിലെ ഒരു വിഭാഗം ഉച്ചയോടെ ക്ഷേത്രത്തിലെത്തി. ഒരു സംഘത്തിലെ പ്രധാനി ഞള്ളാൽ നമ്പൂതിരി പൂജ തടയാൻ ക്ഷേത്രത്തിൽ കയറി. അക്കാലത്ത് നൈവേദ്യം, അതായത് ദേവന് നിവേദിച്ച ഭക്ഷണം, നമസ്കാര മണ്ഡപത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് വെച്ചിരുന്നത്. ഞള്ളാൽ നമ്പൂതിരി പടിഞ്ഞാറെ വാതിലിലൂടെ കടന്ന് പടിഞ്ഞാറെ വാതിലിന് മുകളിൽ ഷാൾ സൂക്ഷിച്ച് ഭക്ഷണത്തിൽ തൻ്റെ പാനിൻ്റെ അവശിഷ്ടങ്ങൾ തുപ്പി. ഇതോടെ പൂജ തടസ്സപ്പെട്ടു. തിരികെ വന്ന് വാതിൽ മുകളിൽ നിന്ന് ഷാൾ എടുക്കുന്നതിനിടെ ഉഗ്രവിഷമുള്ള പാമ്പ് കടിച്ചു. അയാൾ പടിഞ്ഞാറെ വാതിലിന് പുറത്ത് ഇഴഞ്ഞു മരിച്ചു. വാതിൽ യാന്ത്രികമായി അടഞ്ഞു. ശ്രീകോവിലിനുള്ളിൽ നിന്ന് ഇനി ഈ വാതിൽ തുറക്കരുത് എന്ന് ഒരശരീരിയും കേട്ടു. തൻ്റെ ആരാധന തടസ്സപ്പെട്ടതിനെതിരെ ശിവന്റെ കോപം പ്രകടിപ്പിക്കാൻ വാതിൽ ഇന്നും അടഞ്ഞു കിടക്കുന്നു. ഇതാണ് വാതിൽ അടഞ്ഞു കിടക്കുന്നതിൻ്റെ പിന്നിലെ സങ്കല്പം. ഭഗവാനെയും കൊണ്ട് ഇപ്പോൾ പുറത്തോട്ട് വരും, നമുക്ക് കാത്തിരിക്കാം.
ഈ ഓരോ പ്രദക്ഷിണത്തിലും ഭക്തർ കൂട്ടം കൂട്ടമായി ഭഗവാനോടൊപ്പം നമഃശിവായ ചൊല്ലി പ്രദക്ഷിണം വയ്ക്കുന്നു. ഈ ഒരു അമ്പലത്തിന് ചുറ്റുമുള്ള നടത്തം മതി നല്ലൊരു വ്യായാമമാണ്. ഒപ്പം മനസ്സിൽ നമഃശിവായ ചൊല്ലിയുള്ള നടത്തവും കൂടിയാകുമ്പോൾ പിന്നെ പറയേണ്ടതില്ലല്ലോ. ജീവിതത്തിന് വേറെ എന്താണ് നേടേണ്ടത്? മൂന്ന് പ്രദക്ഷിണം വലം വെച്ച് തീർക്കണം. ഒന്നാമത്തെ പ്രദക്ഷിണം കഴിഞ്ഞ് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രദക്ഷിണത്തിലേക്ക് പോവുകയാണ്. ഇതിപ്പോൾ മൂന്നാമത്തെ പ്രദക്ഷിണമാണ്. ഇത് കഴിഞ്ഞാൽ ഭഗവാനെ അകത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ മൂന്നാമത്തെ പ്രദക്ഷിണം കഴിഞ്ഞു. ഇനി ഒരല്പം കഞ്ഞി കുടിക്കാം. കഞ്ഞി കുടിക്കാനുള്ള നീണ്ട നിരയാണ് ഈ കാണുന്നത്. ഭഗവാന്റെ അന്നം കഴിക്കാൻ നല്ല തിരക്കാണ്. ഭക്തിസാന്ദ്രമായ ഈ ഒരു നിമിഷത്തിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നത് ഈശ്വരൻ തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായി കരുതട്ടെ. കഴുകി വച്ചിരിക്കുന്ന പാത്രങ്ങൾ നമ്മൾക്കെടുക്കാം. പയർ, കഞ്ഞി, അച്ചാർ, ആഹാ, ഇത് മൂന്നും കൂട്ടി ഒരു അത്താഴം. ജീവിതം ധന്യമായി. ഒരു നാൾ നിങ്ങളും വരണം. ഭഗവാനോടൊപ്പം ഇരുന്ന്
മനസ്സ് നിറഞ്ഞ് ഭക്തിയോടെ ഈശ്വരനോടൊപ്പം ഇരുന്ന് അത്താഴക്കഞ്ഞി കഴിക്കാൻ. ഇതാണ് അടുക്കള. ഇനി ഈ പാത്രം വൃത്തിയായി കഴുകി തിരിച്ചേൽപ്പിക്കണം. ചുമ്മാ ഒരു പരിപാടി. ഞാൻ എറണാകുളം. അടിപൊളി ഒരു ഊണല്ല, കഞ്ഞി. സൂപ്പർ കഞ്ഞിയായിരുന്നു. വയറ് നിറഞ്ഞ് ഇനിയിപ്പോൾ കയറിക്കിടന്നൊന്ന് ഉറങ്ങിയാൽ മതി. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. വവ്വാല് കാഷ്ടിച്ചാണ്, കണ്ടു കഴിഞ്ഞാൽ ചന്ദനം തൊട്ട പോലെയുണ്ട്. ഒരു ഇലയും. എന്തായാലും അടിപൊളി തൊഴിലായിരുന്നു. കഞ്ഞി അതിനേക്കാൾ അടിപൊളിയായിരുന്നു. ഭഗവാനെ ശംഭോ മഹാദേവ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക.